സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ചാനൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. എനിക്കറിയാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ RTMയുടെ വീഡിയോ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതിനിടയിൽ നമ്മുടെ ഫോൺ വെള്ളത്തിൽ വീണ് ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൺ റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്ത് ബോഡി ഷോട്ട് കാര്യങ്ങളുണ്ട്. ക്യാമറ രണ്ടും അടിച്ചു പോയി. പിന്നെ ബാക്ക് ക്യാം എന്തോ ഭാഗ്യത്തിന് ശരിയായി കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ എല്ലാ ആൾക്കാരെയും പോലെ തന്നെ എനിക്കും ഒരു ഫ്രിഡ്ജ് ടാങ്ക് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ടൊരെണ്ണം ഉണ്ടായിരുന്നു, പിന്നീട് അത് കാലപ്പഴക്കം കാരണം നശിച്ചു പോയി. സോ ഇന്ന് നമ്മളൊരു ഫ്രിഡ്ജ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഞാൻ അഴിച്ച് പണിഞ്ഞ് ഇതാക്കിയിട്ടേക്കാണ്. സോ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ടാങ്ക്. ഓക്കെ, പക്ഷേ ഇത് നമ്മളൊരു നോർമൽ ഫ്രിഡ്ജ് ടാങ്ക് പോലെ ചെറിയൊരു സ്പോട്ടിൽ ഹോള് അത് അടയ്ക്കുന്ന പരിപാടി ആയിപ്പോയില്ല. ഞാൻ വിചാരിച്ചത് എനിക്ക് എൻ്റെ പ്ലാനിങ്ങിൽ കുറച്ച് തെറ്റും കാര്യങ്ങളൊക്കെ വന്നു. ഇതിനടിയിലോട്ട് ഒരു നല്ല ഗ്യാപ്പ് സ്പേസ് ഉണ്ട്. നമ്മുടെ കൈ കയറിപ്പോത്തൊക്കെ രീതിയിൽ ഒരു ഗ്യാപ്പ് സ്പേസ് ഉണ്ട്. അപ്പം അത് കാരണം അത്രയും ഭാഗം MC അടിച്ച് സെറ്റാക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഞാൻ 3 MC മേടിച്ചിട്ട് വന്ന് ഇവിടെ കീറാൻ സാധ്യതയുള്ള സ്ഥലമൊക്കെ MC അടിച്ച് വെച്ച്. കാര്യം ടാർപ്പ കൊണ്ടുവന്നാൽ കീറായിരിക്കാൻ. ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ബ്ലാക്ക് ടാർപ്പ വിരിച്ചിട്ട് 2 സൈഡും, ഇത് നമ്മൾ മൊയിനേനെ വളർത്താനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മളിത് സെറ്റ് ചെയ്യുന്നത് നമ്മളവിടെ ഒരു ഷീറ്റ് ഒരു സംഭവമൊക്കെ ഉണ്ട്, അവിടെ ഒരു സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. കാര്യം വെള്ളം വീണ് കഴിഞ്ഞാൽ മൊയിന കൾച്ചർ മൊത്തത്തിൽ അടിച്ചു പോകും. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് അത് പറഞ്ഞു തന്നേ ഉള്ളൂ. മൊയിന കൾച്ചർ മൊത്തം അടിച്ചു പോകും. അപ്പം നമുക്ക് മൊയിനേനെയും കൂടി അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി മൊയിനയുടെ ടാങ്ക് ഞാൻ മിക്കവാറും അടച്ചു വെക്കും. ഇതിൻ്റെ അടപ്പും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ആദ്യം തന്നെ നമുക്കിനി ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ടാർപ്പ വേണം. ഞാൻ ജസ്റ്റ് എന്തായാലും ഷോപ്പിൽ പോയി മേടിച്ചിട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് അതിനെത്ര രൂപയും നമുക്കിത് മൊത്തത്തിൽ ചെയ്തെടുക്കുക എന്ത് ചിലവ് വന്നോ കാര്യങ്ങൾ. അതായത് ഈ ഫ്രിഡ്ജ് ബോക്സിൻ്റെ റേറ്റ്, ഫ്രിഡ്ജ് ബോക്സ് ഫ്രീ ആണ്. ഇതെനിക്ക് മൊത്തത്തിൽ ചെയ്തെടുത്തപ്പം എത്ര എക്സ്പെൻസ് ഒന്നും നടക്കും നമ്മുടെ ഈ ഒരു വീഡിയോ കാണാം. സോ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു പോർഷൻ, എനിക്കിത് വൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിരുന്നു ഏറ്റവും തന്നെ ആഗ്രഹം. കാര്യം ഒരു ഫിഷ് ടാങ്ക് വൈറ്റ് ആകുമ്പോഴേ ഫിഷസിൻ്റെ ആ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളും എടുത്തറിയും. അതിൽ നമ്മൾ കുറച്ച് മിക്സഡ് ഗപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെയൊക്കെ കൂടി ഒന്ന് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എന്തായാലും അവരുടെ ബ്യൂട്ടി കാണത്തക്ക രീതിയിൽ ഇപ്പം ഇത് ചെയ്യാനൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ടാർപ്പ ഷീറ്റ് മേടിക്കാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ടാർപ്പ ഷീറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവിടെ സിലിക്കോൺ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ആ ഒരു പോർഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ അവിടെ കവർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ എന്തായാലും അവിടെ സിലിക്കോൺ അടിച്ച് സെറ്റാക്കാനുള്ള പ്ലാനും വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴായിരിക്കത്തില്ല, പിന്നീടായിരിക്കും. എന്തായാലും ഇതിൽ ടാർപ്പ ഷീറ്റും കാര്യങ്ങളും ഇട്ടിട്ട് വാട്ടർ ഫില്ല് ചെയ്യുന്ന വീഡിയോ കാണാം. കാര്യം ഇപ്പോഴേ നമ്മൾ ഫിഷിനെ ഇറക്കി വിടത്തില്ല. ടാർപ്പ ഷീറ്റ് കെമിക്കലും കാര്യങ്ങളും കാണും. അതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഫിഷിനും കാര്യങ്ങളും ഇറക്കി വിടും. 2-3 ദിവസം എടുക്കും ആ ഒരു പ്രോസസ്സിന്. അതിനുശേഷം അതിനകത്ത് ഫിഷിനെ റിലീസ് ചെയ്യുന്നതും എല്ലാം നമ്മൾ നമ്മുടെ ചാനൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മുടെ ചാനൽ ഗ്രോത്ത് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് ഗീവ് അവേയും കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈഫ് ഫീഡ് ആണെങ്കിലും ഫൈറ്റർ, അതായത് ബീറ്റ ഫിഷ് ഫൈറ്റർ, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിലാണെന്ന് എല്ലാ കൂട്ടുകാരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കും. നമുക്കിനി പോയി ടാർപ്പ മേടിച്ചിട്ട് കാണാം. പക്ഷേ നമ്മൾ ടാർപ്പയും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇന്നത്തെ കണ്ട ബാക്കി ഹോളും കാര്യങ്ങളും എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡിലെ എൻ്റെ ഒരു സൈഡിലുണ്ടായിരുന്ന ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ കീറി കളയേണ്ടത്. കാര്യം ഇവിടെ കുറച്ച് ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കട്ട് ചെയ്ത് കളയാതെ ഒരു തരത്തിൽ ടാർപ്പ ഇടാനും പറ്റില്ല. ടാർപ്പ കയറിപ്പോൾ ഫിഷിന് ഇട്ട് കഴിഞ്ഞാൽ ഫിഷും അവരുടെ ദേഹം തട്ടി മുറിയുന്ന രീതിക്ക് ഉണ്ടായിരുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒന്ന് വാട്ടർ ഫില്ല് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ, കാര്യം ലീക്കോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മീനിടുന്നതിൻ്റെ ഭംഗി ഏത് ടാർപ്പ് ഇട്ടാലോ കാര്യങ്ങൾ കിട്ടത്തില്ല. സോ അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ലീക്കും കാര്യങ്ങളും ഉണ്ടോ എന്നറിയാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ഫില്ല് ചെയ്യുവാണ്. ലീക്ക് കാര്യങ്ങളും ഇല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ ഒരു ബ്യൂട്ടിയിൽ നമ്മൾ ഫിഷസിനെ ഇറക്കി വിടുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടനെ നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും. എന്തായാലും നമുക്ക് നോക്കാം. വാട്ടർ ഫില്ലായി കഴിഞ്ഞിട്ട് ഇതിനകത്ത് ലീക്കോ കാര്യങ്ങളുണ്ടോ നോക്കാം. ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് നമ്മുടെ ബ്ലാക്ക് കളർ ടാർപ്പ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 1 കിലോയും 300 മീറ്ററോ നമ്മൾ എടുത്തേക്കുന്നത്. അത്രയും വേണ്ട ഇതിന്. നിങ്ങൾക്ക് 1 കിലോ തന്നെ ധാരാളമായിരിക്കും. ഇതുപോലൊരു ഫ്രിഡ്ജ് ബോക്സ് ആണെങ്കിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. കാര്യം ഒരു തവണ ഞാൻ മേടിച്ച സമയത്ത് എനിക്കാണെങ്കിൽ തികയാതെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ വട്ടം കുറച്ചധികം ടാർപ്പയും കാര്യങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ലീക്കോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമ്മളിതിങ്ങനെ തന്നെ സെറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ ടാർപ്പ് സെറ്റ് ചെയ്യും. ഇതിന് ലീക്ക് ഇല്ലെങ്കിൽ ആ ടാർപ്പ് വെച്ചിട്ട് അവിടെ നമ്മൾ ഒരു ഫിഷ് ടാങ്കും കാര്യങ്ങളും കൂടി സെറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മുടെ ആ ഒരു ടാങ്കിൻ്റെ കാര്യത്തിൽ നമ്മൾ ആ ഒരു ബ്ലാക്ക് ഷീറ്റ് ഇടേണ്ടി വന്നു. കാര്യം ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫിക്സ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടും നമുക്ക് നമ്മുടെ ഫിഷസിനും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഗൗരാമി ഫിഷിൻ്റെ ബ്രീഡിങ് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും നമ്മുടെ ഗൗരാമി ബ്രീഡിങ് ടൈം ആയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. നമ്മൾ കുറച്ചധികം ലെങ്ത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഒതുക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടേ ഉള്ളൂ. ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ടയർഡ് ആയതുകൊണ്ടാണ് ഒതുക്കാഞ്ഞത്. പിന്നെ വാട്ടർ ഇതിനകത്തുള്ള കെമിക്കലും കാര്യങ്ങളും പോകാൻ വേണ്ടിയിട്ട് കല്ലുപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വാഴയില ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ടാർപ്പ ഷീറ്റിലുള്ള കെമിക്കൽസും കാര്യങ്ങളും ജസ്റ്റ് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്ന ലൈറ്റുണ്ട്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. കാര്യം എന്തെങ്കിലും കെമിക്കലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഇടുക. സോ നമുക്കിനി ഒരു 2-3 ദിവസം വെയിറ്റിംഗ് പീരീഡാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഈ ഒരു വീഡിയോയുടെ ബാലൻസ് നമ്മൾ ഫിഷിനെ റിലീസ് കൂടി ചെയ്യുന്ന കാണിച്ചിട്ട് നമ്മളിതൊന്ന് ഒതുക്കി
നമ്മുടെ വാട്ടറെല്ലാം കണ്ടീഷൻ ചെയ്ത് ഫിഷിനെ ഇറക്കി വിടുന്ന വീഡിയോ അധികം വൈകാതെ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. 2-3 ദിവസം എന്തായാലും വേണം ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. എങ്കിലും നമുക്ക് നമ്മുടെ മീനെ ഹെൽത്തി ആയിട്ട് ഇതിനകത്ത് ഇടാൻ പറ്റും. കെമിക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് പോകണം. സോ എന്തായാലും നമ്മൾ ജസ്റ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റും കൂടി എല്ലാം ഇട്ടൊന്ന് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നടന്ന് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഹലോ ഗൈസ്, അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ എന്തായി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഇട്ട് കൊടുത്ത വാഴയിലയും കാര്യങ്ങളൊക്കെ കെമിക്കലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതിലെവിടെയോ ചെറിയ ലീക്കും കാര്യങ്ങളും ഈ ഒരു ടാർപ്പയ്ക്കുണ്ട്. കാര്യം നമ്മൾ ലാസ്റ്റ് വാട്ടർ ഫില്ല് ചെയ്ത ടൈമിൽ നമ്മൾ ഇത്രത്തോളം വെള്ളം അതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്ര ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. കളർ ചേഞ്ച് ഇവിടെ ഉണ്ട്. വെള്ളം ഇറങ്ങിപ്പോയതിൻ്റെ ഇതിൻ്റെ ഏതോ ഒരു സൈഡിലൊരു ചെറിയ ലീക്ക് ഇപ്പോഴും ബാക്കിയായിട്ടുണ്ട്. പക്ഷേ ആ ഒരു ടാങ്ക് നമുക്ക് സെറ്റായിട്ടുണ്ട്. അതിലിനി പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഈ ടാങ്കിൽ ഇനി എവിടെയാണ് ലീക്ക് കാര്യങ്ങളൊന്ന് കണ്ടുപിടിക്കണം. എന്തായാലും ലീക്ക് ഉണ്ടെങ്കിൽ ഇത്രയും വെള്ളം കിടപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിലും താഴ്ന്ന് പോവുകയാണെങ്കിൽ ഈ ടാർപ്പ് നമുക്ക് റീപ്ലേസ് ചെയ്തേ പറ്റൂ, അല്ലാതെ വേറെ ഓപ്ഷൻ നമുക്കില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ വെള്ളം നിറച്ച സമയത്തുണ്ടായിരുന്ന ഒരു ലീക്ക് എവിടെയാണെന്നും കൂടി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. അത് അകത്തുനിന്ന് ഞാൻ ഈ സൈഡെല്ലാം MC അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു സംഭവം ഞാൻ മിസ് ചെയ്തു. അവിടുന്ന് ആ ലീക്കും കാര്യങ്ങളൊക്കെ വന്നേ. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ടാർപ്പയും കാര്യങ്ങളിലുള്ള വാട്ടർ മൊത്തം ഇറങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് ടാർപ്പ റീപ്ലേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ഞാൻ MC മേടിച്ചിട്ട് ആ ഒരു പോർഷനും കൂടി എന്തായാലും ഫില്ല് ചെയ്യാൻ നോക്കും. അങ്ങനെയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഈ ടാർപ്പ് ഇടുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി ഭംഗി ഇതിൻ്റെ ആ ഒരു നാച്ചുറൽ ലുക്കിന് തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഈ വെള്ളം ഈ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കുറച്ചുകൂടി താഴ്ന്നു ഒരു 2 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യും. ഇതിലും താഴുവാണെങ്കിൽ MC മേടിച്ചിട്ട് വന്നിട്ട് ആ ഒരു പോർഷനും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് നോക്കും. വേറെ എവിടെയൊക്കെ ഹോളുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. കാര്യം ആ ഒരു ടാർപ്പയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതാകുമ്പോൾ ആ ഒരു പോർഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം കിടക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഗൈസ്, നമ്മുടെ പ്ലാനിങ് മൊത്തം ഫ്ലോപ്പായി. നമ്മുടെ ടാങ്കിന് ലീക്കും കാര്യങ്ങളൊക്കെ വന്നു. ഈ ഒരു ടാർപ്പ് നമ്മൾ പുതിയ മേടിച്ചുകൊണ്ട് വന്ന ടാർപ്പയും കാര്യങ്ങളൊക്കെ ടാർപ്പശിന് ലീക്കും കാര്യങ്ങളും വന്ന് നേരെ ഞാൻ ചോദിച്ചു ഒന്നും കൂടി എന്തായാലും ഷോപ്പിൽ വരെ പോകണം, നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നമ്മുടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്ലിപ്പ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കുറച്ച് നമ്മുടെ വിറകും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തൊരു സ്പേസായിരുന്നു. ഇതിന് മുന്നേ ഇവിടെ ആടിനെ വളർത്തിയിരുന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഷീറ്റിട്ട പ്ലേസ് ഇതേപോലെ കിടപ്പുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ ഈ കട്ട വെച്ചിട്ട് ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ. ഇപ്പം ഞാൻ ചോദിച്ചു അതിന് പകരം നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഫിഷസിനെയും കാര്യങ്ങളൊക്കെ നമ്മൾ പലതും പല രീതിക്ക് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ഗിപ്പി ടാങ്ക് അവിടെ, നമ്മുടെ ആമ്പൽക്കുളം പോലെ വെച്ചിരിക്കുന്നത് അപ്പുറത്ത്, പിന്നെ അകത്ത് നമ്മുടെ ബ്രീഡായ നമ്മുടെ ഗൗരാമി എല്ലാം ഇങ്ങനെ സെപ്പറേറ്റാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒറ്റ സൈഡിൽ കൊണ്ടുവരാം. നമ്മുടെ മൊയിന കൾച്ചറും പരിപാടിയെല്ലാം ഒറ്റ സ്ഥലത്ത് കൊണ്ടുവന്നാൽ നമുക്കത് അത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ വെച്ചാൽ എല്ലാം ഇങ്ങോട്ടൊന്ന് ചേഞ്ച് ചെയ്യാന്ന്. അപ്പോൾ നമുക്ക് അതിനകത്ത് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ഒരു ഷീറ്റ് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ ടാർപ്പ തന്നെ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഹോള് ഞാൻ ഫൈൻഡ് ചെയ്തെടുത്ത് നമ്മുടെ MC വെച്ചൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം MC മേടിക്കണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ബൾബ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബൾബ് റീപ്ലേസ് ചെയ്ത് ഒരു ട്യൂബ് സെറ്റ് ചെയ്യണം. അപ്പം അതിനെല്ലാം കൂടി വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ എന്തായാലും ഒന്ന് ഷോപ്പിൽ വരെ പോകണം. അപ്പോൾ ഞാൻ വെച്ചാൽ നമ്മുടെ ഈ ഒരു പോർഷനും കൂടി സെറ്റാക്കി എടുക്കാമെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ഇനിയും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഇവിടെ ഒരു ലൈൻ പോലെയോ ഇല്ലെങ്കിൽ ഒരു ഷേപ്പിൽ ഈ കട്ട വെച്ചിട്ട് ഒരു ചെറിയ ടാങ്ക് പോലെ സെറ്റ് ചെയ്തിടും. നമ്മുടെ ഗപ്പീസിന് ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആമ്പലോ കാര്യങ്ങളോ കുറച്ച് ഭംഗിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക്. അത് എങ്ങനെ സെറ്റ് ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും എന്നുള്ള നിങ്ങളുടെ ഐഡിയ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. എന്തായാലും ഈ വീഡിയോ കുറച്ച് ലോങ്ങും കാര്യങ്ങളായിരിക്കും. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വരാനുണ്ട്. ഞാൻ ആ ഒരൊറ്റ ഫിഷ് ടാങ്കിൻ്റെ കാര്യം പറഞ്ഞ് ഇറങ്ങിയതാണ്. അങ്ങനെയാണ് എൻ്റെ ഐഡിയ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലോട്ട് സെറ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കുന്നത്. എന്തായാലും പോയി സാധനമൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് കാണാം.